ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഷാൻപുരം മഹലിലെ ജനറൽ സെക്രട്ടറി ഏറെ ബഹുമാന്യനായ കെ വി ഇസ്ഹാഖ് അലി മാസ്റ്ററെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യനായ മഹല്ല് ഖാദി എം.ഐ. അബ്ദുൽ അസീസ് സാഹിബ്, അസിസ്റ്റന്റ് ഖാദിമാരായ എം.പി. മൊയ്തു മൗലവി, സക്കീർ ഹുസൈൻ സാഹിബ്, ഖുർആൻ പ്രഭാഷണം നിർവഹിക്കുന്ന സി.ടി. സുഹൈബ് സാഹിബ്, മഹല്ല് കാരണവന്മാരെ, വാർഡ് ഭാരവാഹികളെ, മഹല്ല് കമ്മിറ്റി മെമ്പർമാരെ, കൗൺസിലർമാരെ, ഈ വർഷം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇസ്ലാം വലൈക്കും. മഹല്ല് തർബിയത്ത് സെല്ലിന് കീഴിൽ മാസാന്തം നടത്തി വന്നിരുന്ന ഖുർആൻ പ്രഭാഷണം 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ എല്ലാ മാസവും മുടങ്ങാതെ ഖുർആൻ പ്രഭാഷണം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ മാസവും മുടങ്ങാതെ എല്ലാവരും എത്തിച്ചേരണമെന്ന് എൻ്റെ സഹോദരിമാരോടും സഹോദരന്മാരോടും ഉണർത്തുകയാണ്. നമ്മുടെ മഹല്ലിൽ നിന്നും ഈ വർഷം LSS നേടിയ 18 കുട്ടികൾ, USS നേടിയ, അതുപോലെ NMMS സ്കോളർഷിപ്പിന് അർഹത നേടിയ 3 പേര്, SSLC ഫുൾ A+ നേടിയ 7 പേര്, CBSE ഫുൾ A1 നേടിയ
3 പേര്, +2 ഫുൾ A+ നേടിയ 10 കുട്ടികൾ, അൽജാമിയയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ 4 പേര്, PhD നേടിയ 2 പേര്, കവിതാ സമാഹരണത്തിന് അംഗീകാരം നേടിയ ഒരാൾ എന്നിങ്ങനെയുള്ള 47 പ്രതിഭകളെയാണ് ഇന്ന് നാം ഇവിടെ ആദരിക്കുന്നത്. മജ്ലിസ് പ്രൈമറി സെക്കൻഡറി വിഭാഗങ്ങളിൽ മികവ് തെളിയിച്ച ഏകദേശം 35ഓളം വരുന്ന കുട്ടികൾക്കുള്ള അവാർഡ് ദാനവും മൊമെന്റോ വിതരണവും ഇൻഷാ അല്ലാഹ് അടുത്ത മാസം നടക്കുന്ന ഖുർആൻ സമ്മേളനത്തിലാണ് വിതരണം ചെയ്യുക. പെട്ടെന്ന് തീരുമാനമെടുക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി, മഹല്ല് കമ്മിറ്റി വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിൽ പരമാവധി കുറ്റമറ്റതാക്കാനാണ് ശ്രമം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് മജ്ലിസ് വിഷയങ്ങളിലെ ടോപ്പേഴ്സിനെ ആദരിക്കുന്ന പരിപാടി നീട്ടിവെക്കേണ്ടി വന്നിട്ടുള്ളത്. അതിൻ്റെ ലിസ്റ്റുകളൊക്കെ പെട്ടെന്ന് ശരിയാക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടായി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവർക്ക് പിന്നീട് അടുത്ത മാസം നടക്കുന്ന ഖുർആൻ സമ്മേളനത്തിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നടത്തിക്കൊടുക്കും. അത് മുഖേന ചില രക്ഷിതാക്കൾക്കെങ്കിലും ഉണ്ടായിട്ടുള്ള പ്രയാസത്തിന്, കുട്ടികൾക്കും ഉണ്ടായിട്ടുള്ള പ്രയാസം, അത് അവരോട് ക്ഷമ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇതോടൊപ്പം പറയാനുള്ളത്, നമ്മുടെ മഹല്ലിലെ മുഴുവൻ പ്രതിഭകളെയും ആദരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. 9 A+ കിട്ടിയവരും 1 മാർക്കിന് A+ ലഭിക്കാതെ പോയവരും ഒക്കെ ആയിട്ടുള്ള ധാരാളം കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ മുഴുവൻ ആദരിക്കാൻ നമുക്ക് പ്രയാസമുള്ളതിനാലാണ് ഒരു ലിമിറ്റ് വെച്ച് ചുരുക്കി ഇതുപോലെ ഫുൾ A+ ലഭിച്ചവരെ നമുക്ക് ആദരിക്കേണ്ടി വരുന്നത്. ചെറിയ മാർക്ക് കൊണ്ട് അല്പം പിന്നിലായവർക്കുള്ള ആദരവും അംഗീകാരവും മൊമെന്റോ വിതരണവും മഹല്ലിൻ്റെ വാർഡ് സമിതികൾ മുഖേന ഇൻഷാ അല്ലാഹ് നടക്കണമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ ഈ പരിപാടി അവസാനിക്കുന്നത് വരെ എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സദസ്സിൽ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മുടെ മാസാന്ത ഖുർആൻ ടോക്ക് വിജയിപ്പിക്കേണ്ടതും കേട്ട് മനസ്സിലാക്കേണ്ടവരും നമ്മളാണ്. അതിനാൽ മൊമെന്റോ വാങ്ങി വേഗത്തിൽ തിരിച്ചു പോകാൻ പാടില്ല എന്ന് എൻ്റെ വിദ്യാർത്ഥികളോടും അതുപോലെ തന്നെ രക്ഷിതാക്കളോടും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് മഹല്ല് നടക്കുന്ന പരിപാടിയാണ്. എല്ലാ മഹല്ല് നിവാസികളുമാണ് ഇതിൽ ഉണ്ടാവേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്, അതുപോലെ മൊമെന്റോ വിതരണം നടത്തുന്നത് മഹല്ല് ഖാദി MI അബ്ദുൽ നസീർ സാഹിബാണ്. അദ്ദേഹത്തിനെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഖുർആൻ പ്രഭാഷണം നിർവഹിക്കുന്ന CP സുഹൈബ് സാഹിബ് അൽജാമിയയിലെ ഡീനാണ്. മുൻ SIO സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസിസ്റ്റന്റ് ഖാദിമാരായ മൊയ്തീൻ മൗലവി, സക്കീർ ഹുസൈൻ സാഹിബ്, ഇവരെ 2 പേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഖിറാത്ത് നടത്തിയ മറിയം അസ്സഹറ, നന്ദി പറയുന്ന അബൂബക്കർ സിദ്ദീഖ്, മൊമെന്റോ വാങ്ങാനും അതുപോലെ മഹല്ലിൻ്റെ ആദരവ് വാങ്ങാനും ഇവിടെ എത്തിയ എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഖുർആൻ സമ്മേളനം കേൾക്കാൻ കൃത്യമായി എത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി മഹല്ല് ഖാദി MI അബ്ദുൽ നസീർ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വേദിയിലുള്ള മഹല്ലിൻ്റെ അസിസ്റ്റൻ്റ് ഖാദിമാർ, ഖുർആൻ പ്രഭാഷണം നടത്തുന്ന CT സുഹൈബ് സാഹിബ്, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങൾ, വിദ്യാർത്ഥിനികൾ, ദൈവം തമ്പുരാൻ, പടച്ച തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. 2 സുപ്രധാനമായ
പരിപാടികളാണ് ഈ വേദിയിൽ നടക്കുന്നത്. അതിലാദ്യം നടക്കുന്നത് നമ്മുടെ മഹല്ലിൽ നിന്ന് പഠനരംഗത്ത് വ്യത്യസ്ത തലങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥിനികൾക്കുള്ള അവാർഡ് ദാനമാണ്. അവർക്ക് നൽകുന്ന ഒരു അംഗീകാരവും പ്രാർത്ഥനയുമാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മൾ ചില മാനദണ്ഡങ്ങൾ വെച്ച് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ തൊട്ടു പിന്നിൽ നിൽക്കുന്നവരുണ്ടാവും. അത് ഏതു മാനദണ്ഡം വെച്ച് തീരുമാനിച്ചാലും ഉണ്ടാവും. അത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ LSS നമ്മുടെ മഹല്ലിൽ 18 കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. 1 മാർക്കിനും 2 മാർക്കിനുമൊക്കെ LSS ലഭിക്കാതെ പോയവരും നമ്മുടെ മഹല്ലിലുണ്ട്. അപ്പം നാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു സമൂഹത്തിൻ്റെ ഉണർവ്, വളർച്ച, പുരോഗതി, വൈജ്ഞാനിക മണ്ഡലത്തിലുള്ള അവരുടെ മികവും പുരോഗതിയുമാണ്. ശാന്തപുരം മഹല്ല് വളരെ ആദ്യകാലം മുതൽ തന്നെ ഈ രംഗത്ത് സജീവ ശ്രദ്ധ പതിപ്പിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന വൈവിധ്യമാർന്നിട്ടുള്ള സ്ഥാപനങ്ങൾ. നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അറിവ് നേടി, അറിവ് തേടി ശാന്തപുരത്തേക്ക് വിദ്യാർത്ഥിനികൾ കുതിക്കുന്നതിൻ്റെ കാരണവും അതാണ്. ഈ മേഖലയിൽ എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ അത്രയും നമ്മൾ മുന്നോട്ട് ആഞ്ഞു പിടിക്കണം. നമ്മളുടെ മോഡൽ സ്കൂൾ, അതുപോലെ നമ്മുടെ UP സ്കൂൾ, ശാന്തപുരം മഹല്ല് തന്നെ നേരിട്ട് നടത്തുന്ന ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ നമ്മുടെ അൽജാമിയ, അൽ ഇസ്ലാമിയ, അങ്ങനെ തുടങ്ങിയ വ്യത്യസ്ത സ്ഥാപന സംവിധാനങ്ങൾ, നാട്ടിലെ വ്യത്യസ്ത കലാലയങ്ങൾ, ഇതിലൊക്കെ നമ്മുടെ മക്കൾ പഠിച്ചു വളരുന്നുണ്ട്. അവർ നേടിയിട്ടുള്ള ഈ മികവ് അവർക്കും അവരുടെ കുടുംബത്തിനും മാത്രമല്ല, സമൂഹത്തിൻ്റെ പ്രയോജനകരമായി തീരുന്ന വഴിയിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നല്ല നല്ല ജനസേവകന്മാരായി ദൈവം തമ്പുരാൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടോ അതിനുവേണ്ടി നിലകൊള്ളുന്ന മക്കളായി വളരാൻ നമ്മുടെ മക്കൾക്ക് പടച്ച തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തുടർന്ന് നടക്കുന്ന പരിപാടി നിങ്ങൾക്കറിയാവുന്നതുപോലെ ഖുർആൻ പ്രഭാഷണമാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അത് മുടങ്ങാതെ നടത്തിക്കൊണ്ടുപോകുന്നതിൽ നമ്മൾ കുറെ കൂടി ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ അടിത്തറയിൽ നിന്ന് കാര്യങ്ങളെ ഗ്രഹിക്കുക, ചിന്തിക്കുക, ആ ഒരു ദൃഷ്ടിയോടുകൂടി നമ്മളെയും നമ്മുടെ ജീവിതത്തെയും സമൂഹത്തെയും ലോകത്തെയും നോക്കിക്കാണാൻ സാധ്യമായി തീരുക എന്നത് വലിയ ഒരു അനുഗ്രഹമാണ്. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന നൂറ അബ്സ്വാരിന
ഞങ്ങളുടെ ദൃഷ്ടിയുടെ, ഞങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രകാശമായിട്ട് ഖുർആൻ മാറണം. ആ അർത്ഥത്തിലുള്ള ഒരു പരിശ്രമവും നമ്മൾ വെറുതെയാക്കരുത്. നമ്മളൊക്കെ അതിൽ സമയം കണ്ടെത്തണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം തമ്പുരാൻ നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഉന്നത പരീക്ഷകളിൽ വിജയം നേടിയ ഫദൽ ജമാൻ സി. രക്ഷിതാക്കളും വിദ്യാർത്ഥികളുടെ കൂടെ സ്റ്റേജിലേക്ക് കയറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അൽ ജാമിയ ശരിയ ബിരുദം കരസ്ഥമാക്കിയ ഫദൽ ജമാൻ സി. ഫദൽ ജമാൻ സി ഫാത്തിമ നൗറിൻ അൽ ജാമിയ ശരിയ ബിരുദം പൂർത്തീകരിച്ച വിദ്യാർത്ഥിനി ഫാത്തിമ നൗറിൻ. വിദ്യാർത്ഥികൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ക്രമ നമ്പർ അനുസരിച്ചാണ് പേര് വിളിക്കുന്നത്. അതിനനുസരിച്ച് രക്ഷിതാക്കളും സ്റ്റേജിന്റെ പരിസരത്ത് തയ്യാറായി നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. ഫാത്തിമ നൗറിൻ. ഷഹ്മ സി ടി അൽ ജാമിയ ഉസൂലുദ്ദീൻ ബിരുദം നേടിയ ഷഹ്മ സി ടി. തുടർന്ന് LSS ജേതാക്കളെയാണ് ആദരിക്കുന്നത്. അൻഷിൻ പി. അൻഷിൻ പി. ആത്മിക പി. LSS നേടിയ ആത്മിക പി. ആയിഷ ഫർഹ എം. LSS ജേതാവ് ആയിഷ ഫർഹ എം. ആയിഷ സിയ കെ ടി. ആയിഷ സിയ കെ ടി. ഫൈസ ഷെറിൻ കെ ടി. ഫർഹ കെ കെ. ഫർഹ കെ കെ. ഫാത്തിൻ ബിൻത് വസീം കെ ടി. ഫാത്തിൻ ബിൻത് വസീം കെ ടി. LSS ജേതാക്കളെയാണ് ആദരിക്കുന്നത്. രക്ഷിതാക്കൾ പരമാവധി കൈയടിച്ച് നമ്മുടെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അറിയിക്കുന്നു. ഫിദൽ ബസ്സാം എം ഇ. ഫിദൽ ബസ്സാം എം ഇ. ഹയ ഫാത്തിമ സി. ഹയ ഫാത്തിമ സി. ഹുദ ഫഹദ് എം കെ.
ലിബാസി, ഹുദ ഫഹദ് എം കെ, ലിബ സി, മുഹമ്മദ് റയ്യാൻ എം പി, മുഹമ്മദ് റയ്യാൻ എം പി. വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സ്റ്റേജിന്റെ പരിസരത്തേക്ക് എത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റമീൻ പി, റമീൻ പി. നമുക്ക് പരിമിതമായ സമയം മാത്രമാണുള്ളത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പരമാവധി സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. റജ ഫാത്തിമ വി, ഷമ ഫാത്തിമ പി സി, ഷമ ഫാത്തിമ പി സി, ഷൻവ പി, ഷൻവ പി, ഷസ എ, ഷസ എ. തുടർന്ന് USS ജേതാവായ അഫ്ഷാൻ എ പി, USS ജേതാവ് അഫ്ഷാൻ എ പി. തുടർന്ന് നൽകുന്നത് NMMS ജേതാക്കൾക്കാണ്. മിൻഹ വി ടി, മിൻഹ വി ടി. നാസിയ ഹസ്നീൻ എം, മറ്റൊരു NMMS ജേതാവ് നാസിയ ഹസ്നീൻ എം. തുടർന്ന് SSLC പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിക്കുന്നത്. അക്ഷര പി. രക്ഷിതാക്കൾ പരമാവധി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. അക്ഷര പി. ബസ്മ ഇൽഹാം, ബസ്മ ഇൽഹാം. ഫിസിൻ ഫർഹാൻ ടി ടി, SSLC പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ ഫിസിൻ ഫർഹാൻ ടി ടി. ഹെസ്സ ദുൽഫുഖാർ എം ടി, ഹെസ്സ ദുൽഫുഖാർ എം ടി. ലിസ ഫാത്തിമ പി, ലിസ ഫാത്തിമ പി. ഷില്ല വി, തമന്ന സി ടി, തമന്ന സി ടി. തുടർന്ന് 10ാം തരം CBSE പരീക്ഷയിൽ ഫുൾ A1 നേടിയ വിദ്യാർത്ഥികൾ റിഫാനിയാസ് എം ടി, റിഫാനിയാസ് എം ടി. സിമ്ര യാസർ എം പി, സഹല ഫിർദൗസ്, സഹല ഫിർദൗസ്. തുടർന്ന് +2 പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ ആയിഷ സൂന കെ വി, ദില്ല ടി, ആയിഷ സൂന കെ വി.
ദിൽന ടി, ഇമാദ് കെ ടി, ഇമാദ് കെ ടി, ഫാത്തിമ നിദ എ, ഫാത്തിമത്ത് ലുത്ഫിയ സി, ഫാത്തിമത്ത് ലുത്ഫിയ സി, ഫിദ യൂസുഫ്, ഫിദ യൂസുഫ്, ഹുസ്ന അലി ബി, ഹുസ്ന അലി ബി, നാജിൽ പുളിയക്കുട്ടൻ, +2 പരീക്ഷയിൽ ഫുൾ എ+ നേടിയ വിദ്യാർത്ഥി നാജിൽ പുളിയക്കുന്നൻ. റാനിയ കെ പി, റാനിയ കെ പി, ഉമർ ഫാറൂഖ് കെ പി, തുടർന്ന് മഹാകവി വൈലോപ്പള്ളി ശ്രീധരമേനോൻ പുരസ്കാര ജേതാവായ ഷഫി സലാമിനെ ആദരിക്കുകയാണ്. നമ്മുടെ മഹല്ല് നിവാസിയും യുവ കവയിത്രിയുമായ ഷഫി സലാം ഏറാദപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് ഡോക്ടറേറ്റ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയാണ്. അബുദാബി ഖലീഫ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എർത്തോപെക് എഞ്ചിനീയറിംഗിൽ PhD നേടിയ ഡോക്ടർ സന ഹാറൂൺ, ഡോക്ടർ സന ഹാറൂൺ. മറ്റൊരു ഡോക്ടറേറ്റ് ബിരുദം കൂടിയുണ്ട്. കോയമ്പത്തൂർ ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ PhD നേടിയ ഡോക്ടർ ജസീന വി പി, ഡോക്ടർ ജസീന വി പി. ഇതോടുകൂടി അവാർഡ് ദാനം അവസാനിക്കുകയാണ്. അവാർഡ് ദാനം നിർവഹിച്ച മഹല്ല് ഖാദി അബ്ദുൽ അസീസ് സാഹിബിനും മൊമെന്റോ സ്വീകരിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ആദരിക്കുന്നു, നന്ദി അറിയിക്കുന്നു. തുടർന്ന് മറ്റൊരു ആദരം നൽകുവാനുള്ളത് മജ്ലിസ് കേരള എഡ്യൂക്കേഷൻ ബോർഡിന്റെ കീഴിൽ മെറിയാർ ഗ്രേഡിംഗ് പ്രോഗ്രാമിൽ A+ കരസ്ഥമാക്കിയ അഭിമാനകരമായ നേട്ടം കൈവരിച്ച നമ്മുടെ മഹല്ലിലെ മദ്രസ സാനവിയ ശാന്തപുരത്തെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അസാനവിയിലെ അധ്യാപികമാരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മജ്ലിസ് മെറിയാർ ഗ്രേഡിംഗ് പ്രോഗ്രാമിൽ വലിയ നേട്ടം കൊയ്ത അസാനവിയ ശാന്തപുരം മദ്രസയെ ആദരിക്കുകയാണ്. ഇതോടുകൂടി അവാർഡ് ദാനം